ഇന്ന് ഓർമ്മയാണ്. അന്യം നിന്നുവെങ്കിലും അതിന്റെ കളരി പാരമ്പര്യം ഇന്നും കുന്നംകുളത്തും പരിസരത്തും ഒരു സ്മാരകമായി നിലനിൽക്കുന്നു. ലോനപ്പൻ ഗുരുക്കൾ ശിഷ്യരെ പഠിപ്പിക്കുന്നത് അക്രമവാസനയുടെ പെരുപ്പ് തീർക്കാനുള്ള വിദ്യകളല്ല, മറിച്ച് ക്രോധത്തോടെ ആയുധമേന്തി വരുന്ന അക്രമിയെപ്പോലും വെറും കൈയോടെ പ്രതിരോധിക്കാനുള്ള ഉപായങ്ങൾ. കണ്ണും മൂക്കുമില്ലാത്ത അക്രമത്തിനു നേരെ സംയമനത്തിൻ്റെയും ഏകാഗ്രതയുടെയും പ്രതിരോധം. ഒരു യോദ്ധാവിനുണ്ടായിരിക്കേണ്ട ഈ സംസ്കാരം ലോനപ്പൻ ഗുരുക്കൾ കണ്ടുപഠിച്ചത് ക്രോധിച്ചു വരുന്നതിന് ഒഴിയാനും മാറാനും തടുക്കാനും മാത്രമല്ല മർമ്മക്ഷതങ്ങളെ ഏൽപ്പിക്കാറില്ല. തൊട്ടെടുക്കുക, മർമ്മസ്ഥാനത്ത് ശത്രു എന്നെ വളരെ ഗൗരവമായിട്ട് പ്രഹരിച്ചാലും എൻ്റെ മനോഭാവത്തിൽ ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ തയ്യാറില്ല. എൻ്റെ കഴിവ് കാണിക്കുക എന്നുള്ള സ്ഥാനത്ത് ഇപ്പോൾ ഉദാഹരണത്തിന് ലോറൻ എന്നെ ഒരു ഇടിക്കുക, ഞാൻ തൊട്ടെടുത്തു, ഇപ്പം ഇതിലേക്കൊരു അത്തരം പഴുതുകൾ, അത്തരം സന്ദർഭങ്ങൾ, അല്ലാതെ ഒരു ശത്രുവിനെ തകർക്കുക എന്നുള്ളത് നമ്മുടെ ഓണത്തല്ലിൻ്റെ അല്ലെ മറ്റേ സമ്പ്രദായമല്ല. മർമ്മമറിഞ്ഞാൽ ഏത് ആയുധത്തെയും നേരിടാൻ വെറും കൈ മതി എന്ന് പറയുന്നു ഗുരുക്കൾ. വല്ലഭന് പുല്ലും ആയുധം എന്ന് തെളിയിച്ചുകൊണ്ട്. പുല്ലിന് പകരം ഈർക്കിലാണെന്ന് മാത്രം. ആയോധന വിദ്യയുടെ പാഠങ്ങൾ പഠിപ്പിച്ച് കീരിക്കാടന്മാരെ സൃഷ്ടിക്കാനുള്ളതല്ല ഗുരുവായൂർ കോട്ടപ്പടിയിലെ ലോനപ്പൻ ഗുരുക്കളുടെ കളരി. അടിയും തടയും മർമ്മവിദ്യയും മർമ്മചികിത്സയും ഗുരുക്കളിൽ നിന്ന് പഠിക്കുന്നവർ ആത്യന്തികമായി സ്വായത്തമാക്കുന്നതിൻ്റെ നാട് ആയോധനകലയെ പഠിപ്പിക്കുന്ന സംസ്കാരവും ഇതുതന്നെയാണ്.